അൽഹംദുലില്ലാഹ്. നമ്മള് 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 1ാം പാർട്ടിലെ 1ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്ത് ഖൈറുൽ കലാം. നുജീബു ഉത്തരമെഴുതാം. ഖുർആൻ ഓതുന്നതിന്റെ നേട്ടത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? ഖുർആനിന്റെ കൂട്ടുകാരനോട് പറയും, ഓതൂ, കയറിക്കൊണ്ടിരിക്കൂ. ഇഹലോകത്ത് വെച്ച് നീ ഖുർആൻ സാവധാനം ഓതിയതുപോലെ നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് തീരുന്നിടത്താണ്. ഓതിക്കോ ഓതിക്കോ എന്ന് പറയൂ. ഈ പാഠത്തിൽ കൊടുത്ത ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഖുർആൻ സാവധാനമാണ് ഓതേണ്ടത്. ഖുർആനിന്റെ കൂട്ടുകാരോട് സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതാൻ പറയും. ആരാ ഖുർആന്റെ കൂട്ടുകാരി? നിയമങ്ങൾ പാലിച്ച് കൂടുതൽ ഖുർആൻ ഓതുന്ന ആളുകൾ അവർ ഖുർആന്റെ കൂട്ടുകാരാണ്. 3. വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെ? ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സജ്ജനിതരായ സ്വഹാബത്ത്, താബിഉകൾ, ഇമാമുകൾ തുടങ്ങിയ ഗുരുപരമ്പരയിലൂടെ. 4. ഖുർആൻ എല്ലാ നിലക്കും വ്യത്യസ്തമാവാൻ കാരണമെന്ത്? എന്താ വ്യത്യാസം കാരണം? ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട്, മനുഷ്യൻ നിർമ്മിച്ചതല്ല, ഇലാഹിന്റെ വചനങ്ങളാണ്. 5. ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ? നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാകണം. നിയമങ്ങളൊക്കെ നോക്കി നല്ല ഭക്തിയോടെ ഖുർആൻ പാരായണം ചെയ്യണം. നഖറഉ വനഖിലു, വായിച്ചു തീർക്കാം. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കും. വിശുദ്ധ ഖുർആൻ മറ്റെന്തിൽ നിന്നും വ്യത്യസ്തം. വിശുദ്ധ ഖുർആൻ പാരായണം സത്യവിശ്വാസികൾക്ക് അനിവാര്യം. തഫ്സീസ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക. ഖുർആൻ പാരായണം വളരെ പുണ്യമുള്ള ഇബാദത്താണ്. 1. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അല്ലാഹു അവന്റെ അഹ്ലുകാർ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ ഖുർആൻ സാക്ഷി നിൽക്കും. ഖുർആൻ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. നഖറഉ മിൻ അവ്വലി സൂറത്തി യൂനുസ് ഇലാ അൻ ഇബാദതികും ലഗാഫിലീൻ. സൂറത്ത് യൂനുസ് തുടക്കം മുതൽ ഓതിയിട്ട് 29ാമത്തെ ആയത്ത് വരെ തൃപ്തിയിലായിട്ട് നിയമങ്ങൾ പാലിച്ച് സാവകാശം ഓതണം. അങ്ങനെ ഓതി പഠിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചെറിയ ക്ലാസ്സിൽ തന്നെ ഓതി പഠിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ നമുക്ക് മനപ്പാടാക്കാൻ ഇഫ്ലുണ്ട്. ഇഫ്ല് ഏതാ? സൂറത്ത് യാസീൻ 1, 2, 3, 4, 5. ഈ 5 ആയത്ത് കാണാതെ പഠിക്കണം. ഉസ്താദിൽ നിന്ന് കേട്ട് നല്ല രൂപത്തിൽ നിയമങ്ങൾ പാലിച്ച് സാവകാശം ഓതണം. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാരും നീ പൊറുക്കണേ അല്ലാഹ്. മരിച്ചുപോയവരെ ഖബർ നീ സ്വർഗ്ഗാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആരോഗ്യവും ആഫിയത്തും ഖബറിലായി ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മ ശക്തിയും തരണേ അല്ലാഹ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി